അങ്ങനെ കാത്തിരുന്ന സെക്കൻഡ് സെറ്റ് ഓഫ് എക്സാമിനേഷൻ 5th സെമസ്റ്ററിൻ്റെ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും ജയിക്കുമോ എന്നുള്ള പേടിയുമൊക്കെ ഉണ്ട്. പല തവണ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് തെളിയിച്ചതും കൂടിയാണ് വിദ്യാർത്ഥികൾ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പേടിക്കാതെ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന പരീക്ഷയെ കാണുക. ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷാ ദിവസങ്ങളാണ്, അടുപ്പിച്ചിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സാം ഉള്ളത്. പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ വളരെ നിർണായകമായ 5ാം സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റുപോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന എല്ലാ പരീക്ഷകളിലും ഞാൻ ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. അരമണിക്കൂർ മുമ്പെങ്കിലും എക്സാം സെൻ്ററിലെത്തുക. ഒരു ആവർത്തി വായിച്ച് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ എഴുതുമ്പോൾ സമയക്രമം ശ്രദ്ധിക്കുക. മെയിൻ പോയിൻറ്റ്സ് ആകുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ മുഖ്യം ബിഗിലെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആദ്യം എഴുതുക എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ബുക്ക്ലെറ്റിൻ്റെ എണ്ണവും ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യൻസിന് കുറേ എഴുതി, ചില ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് കുറച്ച് എഴുതി, അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.